Hello students, നമ്മുടെ സീരീസ് എക്സാം കഴിഞ്ഞു. സോ ഈ 304 അഡ്വാൻസ് കൺട്രോൾ തിയറിയുടെ സെക്കൻഡ് സീരീസ് എക്സാമിൻ്റെ ആൻസർ സ്കീമുമാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സീരീസ് എക്സാമിൻ്റെ പോർഷൻസ് മൊഡ്യൂൾ 4, 5, 6 ആണ്, 3 മൊഡ്യൂൾസ്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 സെക്ഷനാണുള്ളത്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ 4 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യൻ 5 മാർക്ക്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ മൊഡ്യൂൾ 4 നിന്നാണ് തന്നിട്ടിരിക്കുന്ന ഒരു പി ഓഫീസറെ തന്നിട്ടുണ്ട്. ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ട് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജൂറീസിന് എടുത്ത് പറയുന്നുണ്ട്, നമുക്കറിയാം അതിന് നെസസറി കണ്ടീഷൻ ഉണ്ട്, സഫീഷ്യൻറ്റ് കണ്ടീഷൻ. സോ സ്കീം നെസസറി കണ്ടീഷൻ കറക്റ്റായിട്ട് ചെയ്യുവാണ് 1, ടേബിൾ ഫോർമുലേറ്റ് ചെയ്യുന്ന 2 മാർക്സ്, സഫീഷ്യൻറ്റ് കണ്ടീഷൻ 2 മാർക്സ് ആൻഡ് സ്റ്റേബിൾ ആണെന്ന് പ്രൂവ് ചെയ്ത 1 മാർക്ക്. സോ ടോട്ടൽ 5 മാർക്സ് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നെസസറി കണ്ടീഷൻ, ഇപ്പം നമുക്ക് 2 കണ്ടീഷനാണ് നോക്കേണ്ടത്. പി ഓഫ് 1ഉം -1 ഹോൾ റേസ് ടു n ഇൻറ്റു പി ഓഫ് -1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 -1 ഹോൾ റേസ് ടു എഫ് ഓഫ് -1. അപ്പോൾ n ഇവിടെ എത്രയാ? ഇസഡിൻ്റെ ഹയസ്റ്റ് പവർ 4. സോ പി ഓഫ് 1 ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇസഡിന് പകരം 1 ഇട്ട് കൊടുക്കുന്നു. തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ അകത്ത് നമ്മളെപ്പം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതിൻ്റെ ഉത്തരം 0.09 കിട്ടി, അത് 0-നേക്കാളും വലുതാണ്. രണ്ടാമത്തെ നെസസറി കണ്ടീഷൻ -1 ഹോൾ റേസ് ടു n ഇൻറ്റു പി ഓഫ് -1. അപ്പം ഒരു -1 ഹോൾ റേസ് ടു എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 4. അത് ഇൻറ്റു ഇസഡിൻ്റെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കും? -1 ഇട്ട് കൊടുക്കും. അപ്പോൾ ചെയ്യുമ്പോൾ 1.89, അതും ഗ്രേറ്റർ ദാൻ 0. സോ ഈ 2 കണ്ടീഷൻസും എന്താ പ്രൂവ് ചെയ്ത? നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്, രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ നെക്സ്റ്റ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ നോക്കും. നെക്സ്റ്റ് നമുക്കൊരു ടേബിൾ ഉണ്ടാക്കണം. ആ ടേബിളിന് വേണ്ട റോസ് 2n-3, n 4 ആണ് ഇസഡിൻ്റെ ഹയസ്റ്റ് പവർ. അപ്പോൾ 5 റോസ് വേണം. അപ്പോൾ റോന് നമ്മൾ Z⁻0, Z1 ഇൻക്രീസിങ് ഓർഡർ ഇസഡിൻ്റെ പവറിനെ എഴുതി 1, 2, 3, 4, 5 റോസ് എഴുതി. അതിൽ ഒന്നാമത്തെ റോയിൽ എഴുതേണ്ട Z⁻0യുടെ കോഎഫിഷ്യൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ആദ്യത്തെ ടേം Z⁴, അത് ഓർമ്മ വേണം. ലാസ്റ്റ് ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എഴുതണം. ഏതെങ്കിലും ഒരു ടേം തന്നില്ലെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 0 എഴുതണം. അപ്പോൾ ആ കറക്റ്റ് ഓരോ കോഎഫിഷ്യൻസ് ഏതിൻ്റെ പവർ ഇസഡിൻ്റെ പവർ നോക്കി കറക്റ്റായിട്ട് എഴുതുക. രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ റോയിലെ എലമെൻസിനെ തിരിച്ചെഴുതുന്നതാണ് രണ്ടാമത്തെ റോസ്. മൂന്നാമത്തെ റോയിലെ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നേയുള്ള 2 റോസിലെ ആദ്യത്തെ 2 എലമെൻറ്റും അവസാനത്തെ 2 എലമെൻറ്റും തമ്മിലുള്ള ഡിറ്റർമിനൻ്റ് ആണ്. സോ ഇത് ഇൻറ്റു ഇത് മൈനസ് ദിസ് ഇൻറ്റു ദിസ്, അപ്പോൾ എത്ര കിട്ടി? -0.9936. അതാണ് B0. B1 കാണണമെങ്കിൽ അതിന് തൊട്ട് മുന്നേയുള്ള 2 റോയിൽ ആദ്യത്തെ 2 എലമെൻസും ഇനി കമ്പയർ ചെയ്യേണ്ട സെക്കൻഡ് ലാസ്റ്റ് 2 എലമെൻസും തമ്മിലുള്ള ഡിറ്റർമിനൻ്റ് ആണ്. സോ അപ്പോൾ കിട്ടും -0.08 ഇൻറ്റു 0.3 മൈനസ് ഓഫ് 1 ഇൻറ്റു -1.2, അത് 1.176 എന്ന് കിട്ടി. B2 കിട്ടാൻ വേണ്ടി ഇതും ഇവിടുന്ന് മൂന്നാമത്തെ കോളത്തിലെ 2 എലമെൻസും തമ്മിലുള്ള ഡിറ്റർമിനൻ്റ്, സോ അതെടുക്കുമ്പോൾ -0.0756. B3 എടുക്കുമ്പോൾ ആദ്യത്തെ 2 എലമെൻസും ഈ 2 എലമെൻസും തമ്മിലുള്ള ഡിറ്റർമിനൻ്റ്, അപ്പോൾ -0.204 കിട്ടി. ഒന്നാമത്തെ റോനേക്കാൾ ഒരു ടേം കുറവാണ് മൂന്നാമത്തെ റോയ്ക്ക്. ഇനി നാലാമത്തെ റോ എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ റോനെ തിരിച്ചെഴുതുന്നതാണ് നാലാമത്തെ റോ. അഞ്ചാമത്തെ റോ ഈ ഓഡ് പവേഴ്സ് ഓഫ് ഇസഡിലാണ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നത് ഈ ഒരു കേസിൽ. അപ്പോൾ ഇനി നോക്കുക, അഞ്ചാമത്തെ റോയിൽ എങ്ങനെ എഴുതുന്നത്? C0 കാണണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള 2 റോസിലെ ആദ്യത്തെ 2 എലമെൻറ്റും അവസാനത്തെ 2 എലമെൻറ്റും തമ്മിലുള്ള ഡിറ്റർമിനൻ്റ്. അപ്പം -0.936ഉം -0.204ഉം ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് കോളത്തിലെ -0.204ഉം -0.9936, ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ 0.945 കിട്ടി. C1 കിട്ടണമെങ്കിൽ വീണ്ടും പഴയ 2 റോ നോക്കുക. ആദ്യത്തെ 2 എലമെൻറ്റും ഇവിടുന്ന് സെക്കൻഡ് ലാസ്റ്റ് 2 എലമെൻറ്റും തമ്മിലുള്ള ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ C1 കിട്ടും. C2 കിട്ടണമെങ്കിൽ ആദ്യത്തെ 2 എലമെൻറ്റും ഈ 2 എലമെൻറ്റും ഇത് തമ്മിലുള്ള ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ C2 കിട്ടും 0.3144. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
ഇനി നമുക്ക് നോക്കേണ്ടത് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. സോ ഇവിടെ നോക്കേണ്ട സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ n-1, അതായത് 4 - 3 കണ്ടീഷൻസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് റോൾ ആദ്യത്തെ എലമെന്റ് A0 മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി ലെസ് ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് A4 ലാസ്റ്റ് എലമെന്റ്. ടേബിൾ നോക്കുമ്പോൾ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിലും കൺസിഡർ ചെയ്യേണ്ട. 0.08 ലെസ് ദാൻ 1 ശരിയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കേണ്ടത് B0 ഗ്രേറ്റർ ദാൻ അതിൻ്റെ ലാസ്റ്റ് ടേം ആ റോള് B3 ആണ്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ശരിയാണ്, B0 ആണ് B3നേക്കാളും ഗ്രേറ്റർ. ഇനി മൂന്നാമത്തേന്ന് വെച്ചാൽ C0 ഗ്രേറ്റർ ദാൻ C2 ആണോ നോക്കും. 0.945 ഗ്രേറ്റർ ദാൻ 0.314 ശരിയാണ്. അപ്പോൾ 3 സഫിഷ്യൻറ്റ് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. നെസസറി കണ്ടീഷനും സഫിഷ്യൻറ്റ് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. സോ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം ബൈ ജൂറീസ് സ്റ്റെബിലിറ്റി ടെസ്റ്റ്. ഇനി ഇപ്പം നെസസറി കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമ്മൾ പിന്നെ മുന്നോട്ട് പോകണ്ട, അവിടെ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് with a neat diagram explain how describing function analysis is used to determine the stability of a system. അപ്പം ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന -1/k എന്നാണ്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ കൺസിഡർ ചെയ്യണം? സ്റ്റെബിലിറ്റി കൺസിഡർ ചെയ്യാൻ വേണ്ടി 1/k g of j omega ലോക്കസും കൺസിഡർ ചെയ്യണം, അതിൻ്റെ പ്ലോട്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് 3 കേസ് പറയാം. ആ ഒന്നാമത്തെ കേസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ 1.5, സിമിലർലി കേസ് 2 അതിൻ്റെ ഫിഗർ 1.5, കേസ് 3 അതിൻ്റെ ഫിഗർ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വരും. അപ്പോൾ അത് 2 മാർക്സ്. സോ നമുക്ക് സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യണം നോൺ ലീനിയറിറ്റി കൊണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ -1/k ലോക്കസും വേണം, g of j omega ലോക്കസിനെ നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യണം. അതിനുശേഷം സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ -1/k ലോക്കസിനെ g of j omega എൻക്ലോസ് ചെയ്യാണ്. ഇതാണ് -1/k. അത് വരയ്ക്കുന്നത് ഫോർ ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് x ആണ്. g of j omega വരയ്ക്കുന്നത് ഫോർ ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് ഒമേഗ. അപ്പോൾ ഇവിടെ നോക്കിക്കുക, g of j omegയുടെ ഉള്ളിലാണ് -1/k എന്ന് പറഞ്ഞാൽ -1/kനെ g of j omega എൻക്ലോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ എന്ന് നമുക്ക് പറയാം. ഇനി സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ -1/k ലോക്കസ് ഇവിടെ നോക്കിക്കേ, g of j omegയുടെ വെളിയിലാണ് എന്ന് പറഞ്ഞാൽ g of j omega -1/kനെ എൻക്ലോസ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതെന്തായിരിക്കും? സിസ്റ്റം ഈസ് സ്റ്റേബിൾ, അല്ലെങ്കിൽ അവിടെ ലിമിറ്റ് സൈക്കിൾ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, സ്റ്റേബിൾ ആണെന്ന് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതാണ് 2 കേസസ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ -1/kനെ g of j omega കൂടെ ഇന്റർസെക്റ്റ് ചെയ്തു. എൻക്ലോസ് ചെയ്യുന്ന പറയാൻ പറ്റില്ല, ഇന്റർസെക്റ്റ് ചെയ്തു. അപ്പം നമുക്ക് പറയാൻ പറ്റും അവിടെ ഒരു ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യും. ഇത് -1/k ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് എക്സ് നോക്കിക്കേ. ഇനി ഇവിടെ നോക്കുക g of j omega. സോ അവിടെ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇന്റർസെക്റ്റ് ചെയ്തപ്പം എന്താണ്? അവിടെ ഒരു ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവുന്നുണ്ട്. ഈ ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റേബിൾ ആകാം അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആകാം. അപ്പോൾ ആ ഒരു കാര്യം കൂടി എഴുതിക്കോണം. അപ്പോൾ സ്റ്റേബിൾ ആണെന്ന് പറയാൻ കാരണം, സ്റ്റേബിൾ ആണ് അൺസ്റ്റേബിൾ ആണ് ഇവിടെ നിന്ന് എങ്ങനെ അറിയുന്നത്? ഇത്രയും ഭാഗത്ത് g of j omega -1/kനെ എൻക്ലോസ് ചെയ്യുന്നു, ഇത്രയും ഭാഗത്ത്. സോ ഇവിടം വരെ ഇതെന്തുവാ? അൺസ്റ്റേബിൾ റീജിയൻ ആണ്. ഇങ്ങോട്ട് തൊട്ട് g of j omega വെളിയിലാണ് -1/k. എക്സിൻ്റെ ഇൻക്രീസിങ് വാല്യൂ നോക്കണം. അപ്പോൾ ഇത് സ്റ്റേബിൾ റീജിയൻ ആണ്. അപ്പോൾ എക്സിൻ്റെ ഇൻക്രീസിങ് വാല്യൂ പോകുമ്പോൾ ഇതൊരു അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് സ്റ്റേബിൾ റീജിയനിലോട്ടാണ് പോയത്. സോ ഈ ലിമിറ്റ് സൈക്കിൾ എന്താണ്? സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്തോണം. ലിമിറ്റ് സൈക്കിളിന് ആംപ്ലിറ്റ്യൂഡ് തരുന്നത് -1/kൻ്റെ വാല്യൂ, ഈ ഇന്റർസെക്ഷൻ പോയിന്റുള്ള -1/kൻ്റെ വാല്യൂ. ഫ്രീക്വൻസി തരുന്ന ഏത് നോക്കണം? g of j omegയുടെ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും ലിമിറ്റ് സൈക്കിളിൻ്റെ ഫ്രീക്വൻസി. ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓസിലേഷൻസ് ഓഫ് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. അത് സ്റ്റേബിൾ ആകാം അൺസ്റ്റേബിൾ ആകാം. സോ ഇവിടെ ഇതെന്തുവാ? അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് സ്റ്റേബിൾ റീജിയനിലോട്ട് പോയപ്പോൾ ലിമിറ്റ് സൈക്കിൾ ഉണ്ടായത്. അതെന്തായിരിക്കും? സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് നോൺ ലീനിയാരിറ്റീസ് വിത്ത് ഡയഗ്രം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സോ ഇതിന് നമുക്ക് എഴുതാൻ 2 ടൈപ്പ് നോൺ ലീനിയാരിറ്റീസ് ഉണ്ട്, ഇൻസിഡൻ്റൽ നോൺ ലീനിയാരിറ്റീസും ഇൻറ്റൻഷണൽ നോൺ ലീനിയാരിറ്റീസും. അപ്പോൾ ഇതൊന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതുന്നതിന് 0.5 മാർക്ക്. ഇൻസിഡൻ്റൽ നോൺ ലീനിയാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻസിഡൻ്റൽ
അതായത് that are inherently present in the system like saturation, dead zone, friction, backlash അങ്ങനത്തെ ഉണ്ടാകുന്ന നോൺ ലീനിയാരിറ്റീസിനെയാണ് ഇൻസിഡൻ്റൽ നോൺ ലീനിയാരിറ്റീസ്. ഓൾറെഡി ഉള്ളതാണ്. സോ അതിൽ ഒന്നാമത്തേത് സാച്ചുറേഷൻ. അപ്പോൾ അത് ഇൻസിഡൻ്റൽ എന്താണെന്ന് എന്നതിന് ഒരു മാർക്ക്. സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി എന്താണെന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ നമുക്കറിയാം ഒരു മാക്സിമം ലിമിറ്റായി. അതേപോലെ തന്നെയാണ് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ട് കൂടി, ഇൻപുട്ട് ഒരു വാല്യൂവിനേക്കാളും കൂടിയല്ല ഔട്ട്പുട്ട് ഫർദർ കൂടത്തില്ല. ഔട്ട്പുട്ട് അവിടെ തൊട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഔട്ട്പുട്ടിന് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. അതിനുശേഷം ഇൻപുട്ട് എക്സീഡ് ചെയ്താലും ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അതിന് എക്സാമ്പിളാണ് ഇലക്ട്രോണിക്സ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഡ് സോൺ. രണ്ടാമത്തെ ഡെഡ് സോണിനാണ്. ഡെഡ് സോൺ എന്ന് പറയുമ്പം നോക്കുക, ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട് ക്യാര വരയ്ക്കുമ്പോൾ ഇൻപുട്ട് കൂടി കൂടി ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുന്ന ഒരു ഔട്ട്പുട്ട് പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് വശത്തോട്ടും ഔട്ട്പുട്ടിന് ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. ഔട്ട്പുട്ട് 0 ആണ്. സോ ആ റീജിയനെയാണ് പറയുന്നത് എന്ത്? ഡെഡ് സോൺ. റീജിയൻ ഇൻ വിച്ച് ഔട്ട്പുട്ട് ഇസ് 0 ഫോർ എ ഗിവൺ ഇൻപുട്ട് ഇസ് കോൾഡ് ഡെഡ് സോൺ. അതിനുശേഷം ഔട്ട്പുട്ട് എന്താ? ഇൻപുട്ട് ഈ വാല്യൂവിനേക്കാൾ കൂടുമ്പോൾ ഔട്ട്പുട്ട് ലീനിയർ ആയിട്ട് ഇൻപുട്ടിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. സോ ഇതാണ് എന്ത്? ഡെഡ് സോൺ. നെക്സ്റ്റ് നോൺ ലീനിയാരിറ്റി പറയുന്നത് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ പലതരത്തിലുണ്ട്. വിസ്കസ് ഫ്രിക്ഷൻ. ഇത് നോക്കാം. ഇവിടെ ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ്. എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ആണ്. അല്ലേ? നമ്മളൊരു സാധനം തള്ളുമ്പോൾ അത് മൂവ് ചെയ്യുന്നു. ഫോഴ്സും വെലോസിറ്റി. ഇനി രണ്ടാമത് വരുന്നത് കുളം ഫ്രിക്ഷൻ ഉണ്ട്, പിന്നെയുണ്ട് സ്റ്റിക്ഷൻ ഉണ്ട്. സോ കുളം ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്തോ? സ്റ്റിക്ഷൻ എന്ന് വെച്ചാൽ ഒരു ബോഡി റെസ്റ്റിലായിരിക്കുമ്പോൾ അതിനെ പുൾ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് വേണ്ടത്. സോ അപ്പോൾ സ്റ്റിക്ഷൻ വളരെ കൂടുതലാണ്. കുളം ഫോഴ്സ് എന്ന് വെച്ചാൽ അത് പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കുളം ഫോഴ്സ്. ഇത് ഐഡിയൽ സ്റ്റിക്ഷനും കുളം ഫ്രിക്ഷൻ ഫോഴ്സ്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ കുളം ഫ്രിക്ഷൻ കുറഞ്ഞു വരും. വെലോസിറ്റി കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരും. ഇവിടെ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും ഐഡിയൽ കേസിൽ. പക്ഷെ ഇവിടെ എന്താ? കുറഞ്ഞു വരും. ഇനി ഇത് മൂന്നും കൂടെ ചേർന്ന് വരയ്ക്കുന്നതാണ് സ്റ്റിക്ഷൻ. കുളം ഫ്രിക്ഷൻ, വിസ്കസ് ഫ്രിക്ഷൻ കൂടെ വരയ്ക്കുന്നതാണ്. കുളം ഫ്രിക്ഷൻ ഇങ്ങനെ താഴോട്ടായിരുന്നു. അത് വിസ്കസിന്റെ കൂടെ കൺസിഡർ ചെയ്തപ്പോൾ ഇങ്ങനെ. സോ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ നോൺ ലീനിയാരിറ്റീസ് വരുമ്പോൾ. അത്ര എഴുതുന്നത് 4 മാർക്കായി. ഇനി ഒരെണ്ണം ഇന്റൻഷണൽ നോൺ ലീനിയാരിറ്റി റിലേയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അത് 1 മാർക്ക്. റിലേ എന്ന് വെച്ചാൽ എന്താ? അതൊരു നോൺ ലീനിയർ പവർ ആംപ്ലിഫയർ ആണ്. ഇവിടെ നോക്കിക്കേ, ഇൻപുട്ട് 0, ഔട്ട്പുട്ട് മാക്സിമം ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുവാണ്. അതായത് റിലേ എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ പവർ ആംപ്ലിഫയർ ദാറ്റ് ക്യാൻ പ്രൊവൈഡ് ലാർജ് പവർ ആംപ്ലിഫിക്കേഷൻ ഇൻഎക്സ്പെൻസീവ്ലി ആൻഡ് ഇത് ഇന്റൻഷനലി അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാനാണ് ഇന്റൻഷണൽ നോൺ ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഇസ് ഡെലിബറേറ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കൺട്രോൾ സിസ്റ്റം. അതിനെയാണ് ഇന്റൻഷണൽ നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ റിലേനെ നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യാം. സെവറൽ ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ്സ്, അതായത് ഓൺ ഓഫ്, അതാണ് റിലേ എന്ന് പറയുന്നത്. ഫുൾ ഫോർവേഡ് ആൻഡ് ഫുൾ റിവേഴ്സ്, അങ്ങനെ സെവറൽ ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ്സിൽ റിലേനെ സ്വിച്ച് ചെയ്തെടുക്കാൻ പറ്റും. What are singular point? Explain the types of singular point. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സിംഗുലാർ പോയിന്റ് എന്താണെന്ന് എഴുതുന്നതിന് 1 മാർക്ക്. സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വേരിയബിളിന്റെ ഡെറിവേറ്റീവ് 0 ആവുന്ന ആ പോയിന്റിനെയാണ് സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേര് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു സിസ്റ്റം സിംഗുലാർ പോയിന്റിൽ ഇക്വിലിബ്രിയം പോയിന്റ് പ്ലേസ് ചെയ്തേക്കുവാണ്. അത് ഡിസ്റ്റർബൻസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് അവിടെ തന്നെ റിമെയിൻ ചെയ്യും. സിംഗുലാർ പോയിന്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ സിസ്റ്റം മെട്രിക്സ് എയുടെ ഏഗൻ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് സിംഗുലാർ പോയിന്റ്സിനെ സാഡിൽ, നോഡൽ പോയിന്റ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഏഗൻ വാല്യൂസ് ഓഫ് സിസ്റ്റം മെട്രിക്സ്, ഏഗൻ വാല്യൂ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അതായത് ഡിഫറെൻ്റ് ആണ്, റിയലും ആണ്. അതിൻ്റെ റിയൽ വാല്യൂസ് നെഗറ്റീവ് ആണ്. 2 എണ്ണം കിട്ടിയതെങ്കിൽ അവിടെ സ്റ്റേബിൾ നോഡാണ്. അപ്പോൾ അതിൻ്റെ ഫേസ് പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ കുറേ ഫേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഫേസ് പോർട്രേറ്റ്. അപ്പോൾ ഓരോ സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസിന് വരയ്ക്കുമ്പോൾ ഫേസ് പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ സിംഗുലാർ പോയിന്റ് ഒറിജിനിലാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കൺവേർജ് ചെയ്ത് വരുവാണ് അവിടെ സ്റ്റേബിൾ നോഡ്. ഏത് കേസിലാണ്? ഏഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റും ആണ് റിയലും ആണ്. അപ്പോൾ ആ കേസിൽ സ്റ്റേബിളാണ്.
ഇനി ഡിസ്റ്റിങ്ക്റ്റ് റിയൽ ആൻഡ് 2 eigen values പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ നോഡാണ്. അൺസ്റ്റേബിൾ നോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ എഴുതിക്കണം കൺസിഡറിങ് ഒറിജിൻ ആസ് എ സിംഗുലർ പോയിന്റ്, എന്നിട്ടാണ് നമ്മളിത് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ സിംഗുലർ പോയിന്റിൽ നിന്ന് എവേയാണ് ഈ ഫേസ് ട്രജക്ടറി പോകുന്നത്, ഓരോ ഫേസ് ട്രജക്ടറി. സോ അത് അൺസ്റ്റേബിൾ നോഡ് എന്ന് പറയാം. ഇനി ഡിസ്റ്റിങ്ക്റ്റ് റിയൽ 1 eigen value പോസിറ്റീവ്, അതർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അപ്പോൾ ഒരെണ്ണം പോസിറ്റീവ് ആണ്, ഒരെണ്ണം നെഗറ്റീവ് ആണ്. അപ്പോൾ അത് കൺവേർജൻ ചെയ്യുന്നില്ല, ഡൈവേർജൻ ചെയ്യുന്നില്ല, ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സാഡിൽ പോയിന്റ്. നെക്സ്റ്റ് ഇനി നമുക്ക് കിട്ടുന്ന eigen values കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്. നെഗറ്റീവ് റിയൽ പാർട്ട് ആണെങ്കിൽ നെഗറ്റീവ് വരുവാണ്, ഇത് സ്റ്റേബിൾ ആണ്. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് വന്നുകൊണ്ട് ഇവിടെ നോഡ് അല്ല ഫോക്കസ് എന്ന് പറയും. സോ x1 x2 ഫേസ് പ്ലെയിൻ കൺസിഡർ ചെയ്ത് ഫേസ് ട്രജക്ടറി വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചുറ്റി ഒന്നുകൂടെ വരും. അപ്പോൾ അതാണ് കൺവേർജ് ചെയ്ത് തന്നെ വരുന്നുണ്ട്, സ്റ്റേബിൾ ആണ്. പക്ഷേ ഇത് ഫോക്കസ് എന്ന് പറയും, നോഡല്ല, സ്റ്റേബിൾ ഫോക്കസ്, കാരണം കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് eigen value. ഇനി കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് വിത്ത് അൺസ്റ്റേബിൾ വിത്ത് പോസിറ്റീവ് റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വരുവാണ്, അത് എന്തായിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് വന്നുകൊണ്ട് എന്തായിരിക്കും, ഫോക്കസ് ആയിരിക്കും. അപ്പോൾ അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ഇതേപോലെ, ഫോക്കസ് എന്ന് പറയുമ്പോൾ സിംഗുലർ പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ് ഒറിജിനാണ്, പക്ഷേ ഈ ഫേസ് ട്രജക്ടറി അവിടുന്ന് ഡൈവേർജ് ചെയ്ത് പോവാണ്, അതുകൊണ്ട് അൺസ്റ്റേബിൾ ഫോക്കസ്. ഇനി പ്യുവർലി ഇമാജിനറി ആൻഡ് കോഞ്ചുഗേറ്റ്, റിയൽ ടേം ഒന്നുമില്ല, കോഞ്ചുഗേറ്റ് ആണ്. അപ്പോൾ അതെന്ത് വരും, സെൻറ്റർ ഓർ വോർട്ടെക്സ് പോയിന്റ് വരും. അപ്പം നമുക്ക് കിട്ടുന്ന ഫേസ് ട്രജക്ടറി അല്ലെ ഫേസ് പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കും. നമുക്കറിയാം ലീനിയർ സിസ്റ്റത്തിൽ ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഫേസ് ട്രജക്ടറി എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് കർവാണ്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിംഗുലർ പോയിന്റ്. ഇതെല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക, ഇത് സിമ്പിൾ ആണ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരം കാണുന്നതാണ്. സോ പാർട്ട് 10 സെക്കൻഡ് സീരീസ് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സെഷനിൽ പാർട്ട് ബി കണ്ടിന്യൂ ചെയ്യുന്നു. താങ്ക് യു.